കുറച്ച് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചയായിട്ട് മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് കാലിനൊരു ചെറിയ നീര് വന്നായിരുന്നേ. അങ്ങനെ നടന്ന് നീര് കൂടി ഒരു 6-7 മാസം മുമ്പാണ് സംഭവിച്ചത്. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ജസ്റ്റ് മരുന്നൊക്കെ വാങ്ങിച്ചെന്നാലും കുറവൊന്നും ഇല്ലായിരുന്നു. അമ്മ ഈ ഹരിതകർമ്മ സേനാംഗമാണേ. അപ്പം അങ്ങനെ പോയി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നീര് വന്നതെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞപ്പോഴാണ് 8ൻ്റെ അല്ല 16ൻ്റെ പണിയാണ് നമുക്ക് വന്നതെന്ന് അറിഞ്ഞത്. കാലയിൽ ബ്ലഡ് ക്ലോട്ടായി. ആ ക്ലോട്ടിൻ്റെ അംശം ലങ്സിലേക്കും ഹാർട്ടിലേക്കും ഒക്കെ പോയി ഉടനെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ കുറേ നടന്നതിന് ശേഷം കാലേ നീര് വെക്കും. അതൊരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞും അങ്ങനെ നീരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ഉറപ്പായിട്ടും കാണിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്ന ഈ ഒരു അവസ്ഥ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഒരുപാട് സർജറിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒത്തിരി ക്യാഷും ആവും, അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിനിടയ്ക്ക് വേറൊരു ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണാന് കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് പണി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു. അങ്ങനെ മഴ സമയത്തായിരുന്നു കേട്ടോ പണി. അങ്ങനെ പണിക്ക് പോയ സമയത്ത് ഏതോ ഒരു പള്ളക്കകത്തുനിന്ന് ഒരു ചെറിയ വിഷം തീണ്ടി അണലിപ്പാമ്പാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഒരാഴ്ചയായിട്ട് റെസ്റ്റാണ്. അപ്പം ഈ ഒരു സമയത്തൊക്കെ ഇറങ്ങി നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പാലായിലെ കരുണയിൽ നിന്നാണ് ഇപ്പം മരുന്ന് വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.